നിങ്ങളോട് എനിക്ക് ജയിക്കണ്ട. എന്റെ കണ്ണേട്ടനെ കിടപ്പിലാക്കിയിട്ട് എനിക്ക് സമ്പാദിക്കാൻ വേണ്ട. പെങ്ങളെ കല്യാണവും പുരപ്പണിയും ഒരുമിച്ച് നടത്തി തരാമെന്ന് അവരൊക്കെ പറഞ്ഞപ്പോ പറ്റിപ്പോയി. എടോ, ആരോഗ്യമുള്ള കാലത്ത് മനുഷ്യൻ ബഹളങ്ങൾ ആഗ്രഹിക്കും, അതുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതില്ലാതാകുന്ന കാലത്ത് അവനവന്റെ വീടിന്റെ ഇറയത്ത് വീഴുന്ന മഴത്തുള്ളിയുടെ അനക്കം പോലും അവന് ഞെട്ടലുണ്ടാക്കും. പേടിയാടോ, ഇപ്പൊ എനിക്ക് പേടിയാ. ബഡേ ബായിക്കറിയാമല്ലോ, രാവും പകലുമില്ലാതെ ഞാൻ ആ മാർക്കറ്റിന് കാവലിരിക്കണത് അവിടെ ജീവിക്കണ കുറെ പാവങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്. അവരെനിക്ക് തരുന്ന സ്നേഹമേ ഉള്ളൂ സമ്പാദ്യമായിട്ട് ഈ ജീവിതത്തിൽ. അപ്പനെ തല്ലിയിട്ടതിന്റെ കണക്ക് തീർക്കാൻ വന്ന മകനല്ല അവൻ. അതായിരുന്നെങ്കിൽ നിന്നു കൊടുക്കുമായിരുന്നു ഞാൻ എന്റെ ബഡേ ഭായിക്ക് വേണ്ടി. പക്ഷെ അവന്റെ ഉന്നം എന്റെ നാശം മാത്രമല്ല. ഇന്ന് കണ്ണേട്ടൻ, നാളെ മറ്റൊരുത്തൻ, അങ്ങനെ ഓരോരുത്തരെ ഇല്ലാതാക്കി എല്ലാത്തിന്റെ സർവനാശം കണ്ടിട്ടേ അവൻ അടങ്ങും. ഞാൻ എന്താ വേണ്ടത്? ബഡേ ഭായി പറയണം. വന്നത് എന്റെ ചോരയിൽ ഉണ്ടാകാനായതുകൊണ്ട് അവനോട് ഏറ്റുമുട്ടാൻ നീ പാളയം മാർക്കറ്റിൽ ഒരു കളം വരച്ച ആരുടെ ദീർഘായുസിന് വേണ്ടി കർത്താവിനെ വിളിക്കും ഞാൻ? ആ കണ്ണീര് കാണുമ്പോ എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്ന് കേട്ടാ മതി. കണ്ണടയുന്ന കാലം വരെ ഈ അമ്മയ്ക്ക്. ഇനി മതി മോളെ, വാ. ഇതിപ്പോ കഴിയും. അമ്മായി പോയി കിടന്നോ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ആരാത്? ഇത് ഞാനാ, ശങ്കരേട്ടൻ. പേടിക്കണ്ട, ഉപദ്രവിക്കാൻ വന്നല്ല. മോളിങ്ങോട്ട് വന്നേ, വാ. കാര്യം നീ എന്റെ ചെറിയച്ഛന്റെ മോളാണെങ്കിലും പെങ്ങള് തന്നെയല്ലേ. ഇങ്ങനെ കരിയും പുകയും കൊണ്ട് കണ്ടവന്റെ എച്ചിൽ പാത്രം കഴുകി കാലം കഴിച്ചിട്ട് എന്ത് നേടാനടി? അവസാനം ആ മേത്തന്റെ കൂടെ കിടന്ന പെണ്ണെന്ന ചീത്ത പേര് ബാക്കിയാവും. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇപ്പൊ നീ എന്റെ കൂടെ വന്നാ നിനക്കൊരു ജീവിതം ഉണ്ടാവും. നല്ല 1-ാം നമ്പർ ഷേക്കന്മാരും സായിപ്പന്മാരും ആ നാളെ വരുന്നത്. അതിലേതെങ്കിലും ഒരുത്തന് നിന്നെ കണ്ട് ഇഷ്ടായാൽ അവര് കൂടെ കൊണ്ടുപോകും. പിന്നെ നീ രാജകുമാരിയല്ലേ. നീ നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഈ ഏട്ടം പറയാന്ന് കരുതിയാ മതി. നീ പറഞ്ഞല്ലോ ഒരു ചീത്ത പേരിന്റെ കാര്യം. അത് കേൾക്കണത് എനിക്ക് ഇഷ്ടാടാ. എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ആ മനുഷ്യന്റെ പെണ്ണാ ഞാൻ. മനസ്സുണ്ട്. നീ എന്നെ തല്ലിയല്ലേടി. ഇനി നീ ഇവിടെ നിന്നാ കൊല്ലും കൊല്ലും ഞാൻ നിന്നെ. എന്താ ശങ്കര ഈ നേരത്ത്? ഇല്ല, ഞാനിങ്ങനെ പെങ്ങളുടെ വിശേഷം അറിയാൻ, അതും പിന്നാമ്പുറത്ത്. അല്ല, പെങ്ങളെ സുഖം. ഭായി എന്നെ ആശീർവദിക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ട് സലാം ഭായി. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പേർ, എന്റെ കാലന്റെ രൂപത്തിൽ. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ജീവിതം, അതിന് ആയുസ് ബാക്കി ഉണ്ടാവുമോ എന്നറിയില്ല.
this is an introduction to the Malabar City project. And this is the heart of Calicut City. Is this Palya market? Yeah. Aiwa, in Ali Bhai? Ali Bhai. Who is this Ali Bhai, stupid guy? This project is worth crores and crores of rupees. And I just need a few thousands to finish him off. Let us come to the topic. See, this is Valiyangadi, the oldest street of Calicut City. Valiyangadi and Palayam are the central points of this project. Lea whole bala. This is Vellail Beach. The sea is comparatively very deeper. So, this is the most accurate place for our gas plant. Now let us see the model of the new project, designed by me, the Malabar City. Ahal Madolil. It's amazing. Ya Allah. If we are able to complete the project in 2 years, Calicut is our very own city. Gambling, women, wine. We will provide our customers with all kinds of entertainment. In fact, it will be an underworld pleasure city. Even foreigners will flow to this place. All of you will get 10 times what you invested in this project because this is a historical place. Okay. ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഈ കേരളത്തിലെ ഓരോ മലയാളിയും അഭിമാനത്തോടെ പറയും ഇത് ഈ നാടിന്റെ പുരോഗതിയാണെന്ന്. പക്ഷേ ഇവരാരും അറിയുന്നില്ലല്ലോ ഇതൊക്കെ അവന്റെ അധോഗതിയാണെന്ന്. Okay, Mr. Dan, we are ready to invest in this project. We are also ready to invest. Okay. Ada in the fi kalam philos. Invest annakat niha. We are ready. Thank you. Thank you. Ya Allah. Everything cleanly. So yeah, you have to be ready in certain period. Okay. And how much it will cost? I think so. എന്തായി അവരൊഴിഞ്ഞോ? സാർ നമ്മൾ പറഞ്ഞ തുകയിൽ ബാക്കി കൂടി കിട്ടാതെ ഒഴിയാൻ പറ്റില്ല എന്ന് അവര് പറയണത്. ഇതിപ്പോ ശരിക്കും ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാ തോന്നണേ. ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? ആ ചെറ്റക്കുടലുകൾക്ക് 2 ലക്ഷം രൂപ തന്നെ ധാരാളമാ. അവറ്റകളുടെ പ്രമാണം നിന്റെ കയ്യിലുണ്ടോ? അതൊക്കെ ഇവിടെ റെഡിയാ. എന്നാ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല, കത്തിച്ചു കളഞ്ഞു. ഇങ്ങോട്ട് വന്നേ. എല്ലാം പോയി. ഞങ്ങൾ പങ്കായം പിടിച്ചുണ്ടാക്കിയതെല്ലാം പോയി. ഞങ്ങൾ വ്യാപന്തിയോളം പങ്കായം പിടിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകും? ഞാൻ കണ്ടുപോയി